ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു കുൽഫി പുഡിംഗാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് ശരിക്കും ഒരു കുൽഫീൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് കൂടിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യം തന്നെ 3.5 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര, ഒരല്പം നട്ട്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരല്പം പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് എടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഏലക്കാപ്പൊടി, പിന്നെ ഇതിലേക്ക് ബദാം മിക്സ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് ആദ്യം തന്നെ 3.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് ക്രഷ് ചെയ്തെടുത്ത നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്തയോ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരല്പം വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ഡ്രോപ്പ് ബദാം മിക്സ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ജസ്റ്റ് ഒരു കളറും ചെറിയൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ മസ്റ്റാണ്, എങ്കിലേ നമുക്കിതൊരു ക്രീമി ടെക്സ്ചറായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ. നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരല്പം പിസ്തയും അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ബദാം, വാൾനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് കവർ ചെയ്ത് ഒരു 7 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്